മകളായിട്ടുള്ള ശ്രീ സോമൻ ബേബി, ജോ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ എൻ്റെ സുഹൃത്തുക്കളെ, എസ് വി ബഷീർ അടക്കമുള്ള അംഗങ്ങൾ, അതുപോലെ മ്യൂസിക് ക്ലബിൻ്റെ അംഗങ്ങൾ, MC സൂചിപ്പിച്ചതുപോലെ മലയാളത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും ശ്രേഷ്ഠമായ ഗാനങ്ങൾ പാടിയ ഭാവഗായകൻ ശ്രീ പി ജയചന്ദ്രൻ്റെ സ്മരണയിൽ കൂടിയിരിക്കുന്ന ഭാരതീയ കേരളീയ സമാജത്തിലെ അംഗങ്ങൾ, ഭാരതീയ കേരളീയ സമാജത്തിൻ്റെ ഈ അങ്കണത്തിൽ, ഈ സ്റ്റേജിൽ അദ്ദേഹം വന്ന് ഗാനമേള നടത്തുന്നതിനും നമുക്കൊക്കെ അത് ആസ്വദിക്കുന്നതിനുമൊക്കെ ഉള്ള അവസരം ഉണ്ടായതിനെ ഓർത്ത് നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ ഭാരതീയ കേരളീയ സമാജത്തിൻ്റെ അനുശോചനവും ദുഃഖവും അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ അപൂർവമായിട്ട് ഇത്തരം പ്രതിഭകൾ ജനിക്കുന്നു. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള പ്രതിഭകളെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചു എന്നത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് നമുക്ക് കണക്കുകൂട്ടാം. ഇനിയും വരുന്ന എത്രയോ തലമുറകൾ അദ്ദേഹത്തിൻ്റെ സുപ്രഭാതവും പ്രണയഗാനങ്ങളും ഭക്തിഗാനങ്ങളും ഒക്കെ കേട്ട് ഉണരാനും ഉറങ്ങാനും ഇരിക്കുന്നു. അപ്പം അത്രയും മഹത്തായ ജീവിത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം കൊണ്ട് നമുക്ക് തന്ന വലിയ ഒരു സമ്മാനമാണ് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ജീവിതം. തീർച്ചയായിട്ടും ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ പാടിയത് കൂടാതെ തന്നെ അദ്ദേഹം സിനിമയിലുമൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ശ്രദ്ധിക്കുമ്പോൾ, അദ്ദേഹം സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ അദ്ദേഹം കാണികളെയോ അല്ലെങ്കിൽ സദസ്സിനെ അവരുടെ കൈയടി ലഭിക്കുന്നതിനൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടിൽ അതിലെത്രത്തോളം ഭാവവത്വം കൊണ്ടുവരാം, അതിനെ എത്ര ഭംഗിയാക്കാം എന്ന ആ ഒരു കോൺസെൻട്രേഷനിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനുള്ള ആ ഡെഡിക്കേഷൻ, ആ മ്യൂസിക്കിനോടുള്ള അദമ്യമായ സ്നേഹം, അതൊക്കെയാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത്. ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള ദുഃഖം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് വന്നു ചേർന്ന് നിങ്ങളെ എല്ലാവരെയും ഈ അനുസ്മരണ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.